ഒഫൻസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, വസ്തുക്കൾക്കെതിരായ കുറ്റങ്ങൾ. സെക്ഷൻ 378. മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. എന്താണ് മോഷണം? താഴെ പറയുന്ന പ്രവൃത്തി ഒരാൾ ചെയ്താൽ അയാൾ മോഷണം നടത്തിയതായി പറയുന്നു. 1. ഒരാൾ സത്യസന്ധമല്ലാതെയുള്ള ഉദ്ദേശത്താൽ മറ്റൊരു വ്യക്തിയുടെ കൈവശമിരിക്കുന്ന ഒരു സാധനമോ വസ്തുവോ ആ വ്യക്തിയുടെ സമ്മതം കൂടാതെ എടുക്കുന്നത്. 2. മറ്റൊരു വ്യക്തിയുടെ കൈവശമിരിക്കുന്ന ഒരു സാധനമോ വസ്തുവോ ദുരുദ്ദേശത്തോടെ അതിരിക്കുന്ന സ്ഥാനത്തു നിന്നും മാറ്റുന്നത്. ഉദാഹരണം, ഇസഡിൻ്റെ വീട്ടിലെ മേശമേൽ ഇസഡിൻ്റെ വക ഒരു മോതിരം ഇരിക്കുന്നത് എ കാണുന്നു. എ അത് ദുരുദ്ദേശത്തോടെ അവിടെ നിന്നും മാറ്റുകയാണെങ്കിൽ എ മോഷണക്കുറ്റം നടത്തിയിരിക്കുന്നു. സെക്ഷൻ 379. മോഷണത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 379 മോഷണത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 378 മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. സെക്ഷൻ 379 മോഷണത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്നു. സെക്ഷൻ 379 പ്രകാരം മോഷണത്തിനുള്ള ശിക്ഷയായിട്ട് കണക്കാക്കപ്പെടുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. അപ്പം സെക്ഷൻ 379 മോഷണത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ്. അതിന് വരുന്ന ശിക്ഷയാണ് 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 380 വാസസ്ഥലത്തോ മറ്റോ വെച്ചുള്ള മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. വാസസ്ഥലത്തോ മറ്റോ വെച്ചുള്ള മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. മനുഷ്യരുടെ വാസസ്ഥലമായിട്ട് ഉപയോഗിക്കുന്നതോ വസ്തു സൂക്ഷിക്കുന്ന സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നതോ ആയ കെട്ടിടത്തിലോ കൂടാരത്തിലോ ജലയാനത്തിലോ മോഷണം നടത്തുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അതിനുള്ള ശിക്ഷയാണ് 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ മോഷ്ടിക്കുകയാണ്, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഒരാൾ മോഷ്ടിക്കുന്നുവെങ്കിൽ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. അതേസമയം നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 381 യജമാനൻ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ കൈവശമുള്ള ഒരു വസ്തു ഭൃത്യൻ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥൻ മോഷ്ടിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. അപ്പം നമ്മുടെ മേലുദ്യോഗസ്ഥൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം കീഴുദ്യോഗസ്ഥൻ മോഷ്ടിക്കുകയാണെങ്കിൽ അതിന് വരുന്ന ശിക്ഷയാണ് 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 382 മോഷണം നടത്തുന്നതിന് വേണ്ടി മരണം സംഭവിപ്പിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടുള്ള മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. അപ്പം സെക്ഷൻ 382 പ്രകാരം എന്താണ്, നമ്മുടെ കയ്യിരിക്കുന്ന ഒരു സാധനം മോഷ്ടിക്കാൻ വേണ്ടി നമ്മളെ കൊലപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ശിക്ഷ, കൊലപ്പെടുത്തുന്നതിനെയാണ് സെക്ഷൻ 382 പരാമർശിക്കുന്നത്. ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. അപ്പോൾ സെക്ഷൻ 382 പ്രകാരം മോഷണം നടത്തുന്നതിന് വേണ്ടി മരണം സംഭവിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. സെക്ഷൻ 383 ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ പിടിച്ചുപറി. സെക്ഷൻ 383 എന്താണ്? ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചുപറി. എന്താണ് ഭയപ്പെടുത്തിയുള്ള അപഹരണം? ഒരാൾ ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തി എന്ന് പറയുന്ന പ്രവൃത്തികൾ. ഒരാൾ മറ്റൊരാളെ മനഃപൂർവ്വം ഭയപ്പെടുത്തിയിരിക്കണം. ഒന്നെന്താണ്? ഒരാൾ മറ്റൊരാളെ മനഃപൂർവ്വം ഭയപ്പെടുത്തിയിരിക്കണം. 2. അപ്രകാരം ഭയപ്പെടുത്തിയിരിക്കുന്നത് ഭയപ്പെടുത്തിയ ആൾക്കോ അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും വ്യക്തിക്കോ ഹാനി ഉണ്ടാക്കും എന്ന തരത്തിലായിരിക്കണം. ഇപ്പം മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അയാളെ റിലേറ്റീവ് ചെയ്ത് നിൽക്കുന്ന മറ്റാർക്കെങ്കിലുമോ ഒരു അപകടം ഉണ്ടാക്കുമെന്ന് അല്ലെങ്കിൽ ഹാനി ഉണ്ടാക്കുമെന്ന് പേടിപ്പിച്ചിരിക്കണം. 3. അപ്രകാരം ഭയപ്പെടുത്തിയതു വഴി ഭയപ്പെട്ട ആൾ വസ്തുവോ
മൂല്യമുള്ള ഈടോ അല്ലെങ്കിൽ മൂല്യമുള്ള ഈടായി മാറ്റുന്ന വിധത്തിൽ ഒപ്പിട്ടതോ മുദ്ര വയ്ക്കപ്പെട്ടതോ ആയ എന്തെങ്കിലും സാധനം ഒരാൾക്ക് കൊടുക്കാനായി നിർബന്ധിതനായി തീരുന്നു. 4. അയാൾ അപ്രകാരം ചെയ്തിരിക്കുന്നത് അന്യായ ലാഭമോ അന്യായ നഷ്ടമോ വരുത്തണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം. സെക്ഷൻ 384 ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 384 എന്താണ്? ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് 384. സെക്ഷൻ 384 പ്രകാരം ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ എന്താണെന്ന് വെച്ചാൽ 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനുള്ള ശിക്ഷയാണ് 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 385 ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നതിനായി ഒരാൾക്ക് ഹാനി ഉണ്ടാകുമെന്ന ഭയം ഉളവാക്കിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ. സെക്ഷൻ 386 ഒരു വ്യക്തിയെ അയാൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്കോ മരണമോ കഠിന ദേഹോപദ്രവമോ ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 387 ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനായി ഏതെങ്കിലും വ്യക്തിയെ അയാൾക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ മരണം സംഭവിക്കുമെന്നോ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ ഉള്ള ഭയം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. സെക്ഷൻ 388 മരണശിക്ഷയോ ജീവപര്യന്തം തടവോ മറ്റോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ആരോപിക്കുമെന്നുള്ള ഭീഷണി വഴി ഒരു വ്യക്തിയെ ഭയപ്പെടുത്തി അപഹരണം നടത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. മരണശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെയുള്ള തടവ് ശിക്ഷയോ വിധിക്കത്തക്ക ഒരു കുറ്റം ചെയ്തതായോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചതായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റം ചെയ്യാനായി ആരെങ്കിലും പ്രേരിപ്പിച്ചതായോ അയാളുടെ മേലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മേലോ കുറ്റം ചുമത്തും എന്ന് ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തി അപഹരിക്കുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. ചുമത്താൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന കുറ്റം IPC 377 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാകുന്ന ഒന്നാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാവുന്നതാണ്. സെക്ഷൻ 389 ഏതെങ്കിലും ഒരു വ്യക്തി ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി മറ്റൊരു വ്യക്തിയെ കുറ്റാരോപിതൻ ആക്കുമെന്നുള്ള ഭയം അയാളിൽ ഉളവാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. മരണശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെയുള്ള തടവ് ശിക്ഷയോ വിധിക്കത്തക്ക ഒരു കുറ്റം ചെയ്തതായോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചതായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റം ചെയ്യാനായി ആരെങ്കിലും പ്രേരിപ്പിച്ചതായോ അയാളുടെ മേലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മേലോ കുറ്റം ചുമത്തുമെന്ന് ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. ചുമത്താൻ ഉദ്ദേശിക്കപ്പെട്ട കുറ്റം IPC 377 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാകുന്ന ഒന്നാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാവുന്നതാണ്. സെക്ഷൻ 390 കവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. എപ്പോഴാണ് മോഷണം കവർച്ചയായി തീരുന്നത്? മോഷണം നടത്തുന്നതിനിടയിലോ മോഷണ വസ്തു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴോ ഏതെങ്കിലും വ്യക്തിക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ കൊല്ലുകയോ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുമ്പോഴാണ് കവർച്ചയാകുന്നത്. എപ്പോഴാണ് ഭയപ്പെടുത്തി അപഹരിക്കുന്നത് കവർച്ചയായി തീരുന്നത്? ഒരാൾ ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്ന സമയത്ത് അങ്ങനെ ഭയപ്പെട്ട ആൾ അവിടെ സന്നിഹിതനായിരിക്കണം. ഭയപ്പെടുത്തിയ ആൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കോ ഉടനടി മരണമോ ദേഹോപദ്രവമോ അന്യായ തടസ്സമോ ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തിയാകണം അയാൾ അപ്രകാരം ഭയപ്പെടുത്തി അപഹരണം നടത്തിയിരിക്കുന്നത്. ഭയപ്പെട്ട ആൾ ഉടൻ
തന്നെ അവിടെ വെച്ച് അപഹരിക്കപ്പെട്ട സാധനം അയാൾക്ക് കൈമാറിയിരിക്കണം. സെക്ഷൻ 391 സംഘകവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ഒരു കവർച്ച സംഘകവർച്ചയാകുന്ന സന്ദർഭം. ഒരു കവർച്ച നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തികളുടെ സഹായികളുടെ എണ്ണം 5 അതിലധികമോ ആകുമ്പോഴാണ് അത് സംഘകവർച്ചയാകുന്നത്. സെക്ഷൻ 392 കവർച്ചയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. കവർച്ച നടത്തുന്നത് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയ്ക്ക് ഹൈവേയിൽ വെച്ചാകുമ്പോൾ തടവ് 14 വർഷത്തോളം ആകാവുന്നതാണ്. സെക്ഷൻ 393 കവർച്ച നടത്തുന്നതിനുള്ള ശ്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 393 കവർച്ച നടത്തുന്നതിനുള്ള ശ്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 392 കവർച്ചയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 391 സംഘകവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 393 പ്രകാരം കവർച്ച നടത്തുന്നതിനുള്ള ശ്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പിലെ ശിക്ഷ 7 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. സെക്ഷൻ 394 കവർച്ച നടത്തുമ്പോൾ മനഃപൂർവ്വം ദേഹോപദ്രവം ഏൽപ്പിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 394. ശിക്ഷ ജീവപര്യന്തം കഠിന തടവ് അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. സെക്ഷൻ 395 സംഘകവർച്ചയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ ജീവപര്യന്തം കഠിന തടവ് അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. സെക്ഷൻ 396 കൊലപാതകത്തോടു കൂടിയ സംഘകവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. 5 അതിലധികമോ ആളുകൾ കൂടിച്ചേർന്ന് സംഘകവർച്ച നടത്തുമ്പോൾ അവരിൽ ഏതെങ്കിലും ഒരാൾ കൊലപാതകം നടത്തിയാൽ ഓരോരുത്തരും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ മരണശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും.